കേരള PSC കാറ്റഗറി നമ്പർ 194/2025 ബീ കീപ്പിംഗ് ഫീൽഡ്മാൻ 26 വേക്കൻസി. യോഗ്യത SSLC. പിന്നെ ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് കമ്മീഷൻ ഓർ ബോർഡ് അംഗീകരിച്ച സ്ഥാപനത്തിൽ നിന്നും ബീ കീപ്പിംഗിൽ വിജയകരമായി പരിശീലനം നേടിയതിൻ്റെ സർട്ടിഫിക്കറ്റ്. ഇതിൽ അപേക്ഷകർക്കുള്ള സംശയമാണ് എത്ര മാസത്തെ ട്രെയിനിങ് പൂർത്തിയാക്കിയവർക്കാണ് ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കുക. 2 ബീ കീപ്പിംഗ് ട്രെയിനിങ് സർട്ടിഫിക്കറ്റിന് തുല്യമായ സർട്ടിഫിക്കറ്റ് ഏതൊക്കെയാണ്? തുല്യത എങ്ങനെ തെളിയിക്കും? 3 ഇനി എപ്പോഴാണ് അടുത്ത നോട്ടിഫിക്കേഷൻ വരുന്നത്? 4 ബീ കീപ്പിംഗ് സിലബസ് എങ്ങനെയാണ്? 5 ഈ പോസ്റ്റിലേക്ക് ഇനി അപേക്ഷ ക്ഷണിക്കുമോ? 6 മുഴുവനായി എത്ര പേര് അപേക്ഷിച്ചിട്ടുണ്ട്? എക്സാം എപ്പോഴാണ്? 7 സർട്ടിഫിക്കറ്റ് റിജക്റ്റ് ആയാൽ എങ്ങനെ അറിയാൻ സാധിക്കും? ചോദ്യം 1 ഡ്യൂറേഷൻ എത്രയാണ്? ഖാദി ബോർഡ് നടത്തുന്ന പലതരം ട്രെയിനിങ് കോഴ്സുകളുണ്ട്. അതിൽ 5 ദിവസമുണ്ട്, 1 മാസമുണ്ട്, 6 മാസമുണ്ട്, അങ്ങനെ പലതരം കോഴ്സുകളുണ്ട്. ആദ്യം 6 മാസത്തെ കോഴ്സ് എടുക്കുക. ഇത് നടത്തുന്നത് പാപ്പനംകോട് BE-FED എന്ന ഖാദി ബോർഡിന് കീഴിൽ വരുന്ന സ്ഥാപനമാണ്. എനിക്ക് കിട്ടിയ വിവരം വെച്ച് 2025 ഇതിൽ ഫസ്റ്റ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തത്. ഫസ്റ്റ് ബാച്ച് അവസാനിച്ചത് 2025 ഒക്ടോബർ മാസത്തിലും. ഇനി നമ്മുടെ നോട്ടിഫിക്കേഷൻ നോക്കുക. അതിൽ 31 ജൂലൈ 2025 നോട്ടിഫിക്കേഷൻ വന്നത്. സെപ്റ്റംബർ 3, 2025 അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ്. അതായത് 6 മാസം പഠിച്ചവർ പഠിച്ചു കഴിയുമ്പോൾ ഒക്ടോബർ മാസമാകും. സോ സെപ്റ്റംബർ അവസാനിക്കുന്ന നോട്ടിഫിക്കേഷനിൽ അവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. PSCയുടെ റൂൾ പ്രകാരം നോട്ടിഫിക്കേഷൻ്റെ ലാസ്റ്റ് ഡേറ്റിന് മുമ്പേ ഉള്ള സർട്ടിഫിക്കറ്റ് മാത്രമേ അംഗീകരിക്കൂ. 6 മാസം കോഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുന്നവർ ഇക്വലൻസി വെച്ച് അപ്ലൈ ചെയ്തിട്ടുണ്ടെന്നാണ് അറിവ്. ആ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ടൈം റിജക്റ്റ് ആവാനാണ് സാധ്യത. കാരണം PSC ലാസ്റ്റ് ഡേറ്റിന് മുമ്പേ കിട്ടിയ സർട്ടിഫിക്കറ്റ് മാത്രമേ അംഗീകരിക്കാറുള്ളൂ. പിന്നെ ഒരാഴ്ച, 5 ദിവസം, 1 മാസം അങ്ങനെ പഠിച്ചവർക്ക് ഞാൻ PSCക്ക് ഒരു വിവരാവകാശം അയച്ചിരുന്നു. അതിൻ്റെ മറുപടിയായിട്ട് PSC പറയുന്നത് കാലാവധി PSC നിഷ്കർഷിച്ചിട്ടില്ല എന്നാണ്. അതായത് ഖാദി ബോർഡ് അംഗീകരിച്ച സ്ഥാപനം എന്നുള്ള ബീ കീപ്പിംഗ് സർട്ടിഫിക്കറ്റ് മതിയാകും. അത് ഒരാഴ്ച ആയാലും 1 മാസം ആയാലും. ചോദ്യം 2 ബീ കീപ്പിംഗ് സർട്ടിഫിക്കറ്റിന് തുല്യമായ സർട്ടിഫിക്കറ്റ് ഏതൊക്കെയാണ്? ചിലർ ഇഗ്നോയിൽ നിന്നും, ചിലർ റബ്ബർ ബോർഡിൽ നിന്നും, ചിലർ സ്വകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും ബീ കീപ്പിംഗ് പഠിച്ചിട്ടുണ്ട്. കാർഷിക കോളേജിൽ പഠിച്ച വിദ്യാർത്ഥികൾക്ക് ബീ കീപ്പിംഗ് ഒരു സബ്ജക്റ്റായി തന്നെ ഉണ്ട്. ഈ നോട്ടിഫിക്കേഷനിൽ PSC ഏതൊക്കെയാണ് തുല്യമാണെന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ ഇത് മുകളിൽ പറഞ്ഞത് പഠിച്ചിട്ടുള്ളവർ നിങ്ങൾ ചെയ്യേണ്ടത് പഠിച്ച കോഴ്സിൻ്റെ സിലബസ് വെച്ച് PSC ചെയർമാൻ ഒരു അപേക്ഷ നൽകുക. അതിൽ നിങ്ങൾ പഠിച്ച കോഴ്സ് ഖാദി ബോർഡിൻ്റെ ബീ കീപ്പിംഗ് കോഴ്സിൻ്റെ തുല്യമായ സിലബസ് ആണെന്നും അതിൽ തേനീച്ചയെ ബന്ധപ്പെട്ട എല്ലാം ഉൾപ്പെടുന്നു എന്നും പറഞ്ഞ്. ഇതിൽ സ്വകാര്യ സ്ഥാപനം നിന്നും സർട്ടിഫിക്കറ്റ് കിട്ടിയവർക്ക് അംഗീകരിക്കാൻ സാധ്യത കുറവാണ്. ബാക്കിയുള്ളവയെ അംഗീകരിക്കാൻ സാധ്യത ഉള്ളൂ. സോ പെട്ടെന്ന് PSC ചെയർമാന് കത്തയച്ചാൽ ഇങ്ങനെയുള്ളവർക്ക് തുല്യ സർട്ടിഫിക്കറ്റ് കിട്ടാനാണ് സാധ്യത കൂടുതൽ. ചോദ്യം 3 ഇനി എപ്പോഴാണ് അടുത്ത നോട്ടിഫിക്കേഷൻ വരുന്നത്? അതിൻ്റെ ഉത്തരം 2021 ഏപ്രിൽ മാസത്താണ് ആദ്യത്തെ നോട്ടിഫിക്കേഷൻ വന്നത്. കാറ്റഗറി നമ്പർ 136/2021 11 വേക്കൻസി ഉണ്ടായിരുന്നു. അതിനുശേഷം 4 വർഷത്തേക്ക് ശേഷം 2025 ജൂലൈ മാസത്തിലാണ് ഇപ്പം വന്ന നോട്ടിഫിക്കേഷൻ വന്നത്. ഇതേ പാറ്റേൺ ആണെങ്കിൽ അടുത്ത നോട്ടിഫിക്കേഷൻ 2029 വരാനാണ് സാധ്യത. ഇതിലൊരു മാറ്റം വരാൻ സാധ്യത ഉള്ളത് ഇപ്രാവശ്യം ആരും ബീ കീപ്പിംഗ് ട്രെയിനിങ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കാൻ സാധിച്ചില്ലെങ്കിൽ 2026 or 2027 സ്റ്റാർട്ടിങ്ങിൽ തന്നെ അടുത്ത നോട്ടിഫിക്കേഷൻ വരും. പക്ഷേ ഇതിന് സാധ്യത വളരെ കുറവാണ്. കാരണം എനിക്കറിയാവുന്നുള്ള തന്നെ 10ലധികം പേർക്ക് ഖാദി ബോർഡിൽ നിന്നും ബീ കീപ്പിംഗ് ട്രെയിനിങ് സർട്ടിഫിക്കറ്റ് പൂർത്തീകരിച്ച സർട്ടിഫിക്കറ്റ് ഉണ്ട്. സോ ഉടനെ നോട്ടിഫിക്കേഷൻ വരാൻ സാധ്യതയില്ല. അടുത്ത ചോദ്യം ബീ കീപ്പിംഗ് സിലബസ്. ഇതിനുള്ള ഉത്തരം കേരള ഗവൺമെൻറ് ഇൻഡസ്ട്രീസ് ഡിപ്പാർട്ട്മെൻറ്റ് കേരള ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് ബോർഡിലെ CCR 2007 പ്രകാരം പുറത്തിറക്കിയിട്ടുണ്ട്. CCR എന്ന് വെച്ചാൽ ക്ലാസിഫിക്കേഷൻ ആൻഡ് കണ്ടീഷൻ ഓഫ് റിക്രൂട്ട്മെൻറ്റ് ഓഫ് സ്റ്റാഫ് റെഗുലേഷൻ ഖാദി ബോർഡിലെയാണ്. അതുപ്രകാരം ഈ പോസ്റ്റിലെ ടെക്നിക്കൽ സർവീസ് ലോവറാണ്. അതെന്ന് വെച്ചാൽ ബീ കീപ്പിംഗ് ഫീൽഡ് മാനെ അവർ ടെക്നിക്കൽ സർവീസ് ലോവറായാണ് അംഗീകരിച്ചിരിക്കുന്നത് PSC പ്രകാരം. സോ നോർമലി 10 ലെവൽ സിലബസ് ആണ് ഇതിന് വരാൻ സാധ്യത. പിന്നെ സ്പെഷ്യൽ ടോപ്പിക് വന്നാൽ ഒരു 20 മാർക്കിനെ വരും. അല്ലാതെ 100 മാർക്കിനും PSCക്ക് തേനീച്ചേനെ പറ്റി ചോദിക്കാനുള്ള സാധ്യത കുറവാണ്. ചോദ്യം 5 ഇനി ഈ പോസ്റ്റിലേക്ക് അപേക്ഷ ക്ഷണിക്കുമോ?
ഇനി ബീ കീപ്പിംഗ് സർട്ടിഫിക്കറ്റ് നേടിയാൽ ഗുണമുണ്ടാകുമോ? ഈ ചോദ്യങ്ങൾക്ക് 2025 കേരള ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് ബോർഡിലെ 11th പേ റിവിഷൻ ഓഫ് എംപ്ലോയീസിൽ മറുപടിയുണ്ട്. 2022 വരെ ബീ കീപ്പിംഗ് ഫീൽഡ് മാൻ്റെ സ്കെയിൽ ഓഫ് പേ 19,000 to 43,600 ആയിരുന്നു. ഈ 11th പേ റിവിഷൻ പ്രകാരമാണ് 26,500 to 60,700 ആയത്. ഈ ഓർഡർ പ്രകാരം ഗവൺമെൻറ് അപ്രൂവ് ചെയ്ത പോസ്റ്റുകൾ പറയുന്നുണ്ട്. കേരള ഗവൺമെൻറ് ഇതുവരെ 30 ബീ കീപ്പിംഗ് ഫീൽഡ് മാൻ്റെ പോസ്റ്റ് മാത്രമേ അപ്രൂവ് ചെയ്തിട്ടുള്ളൂ. അതിൽ തന്നെ 26 വേക്കൻസി ഇപ്പോൾ നിലവിലുണ്ട്. ബാക്കിയാകട്ടെ 4 വേക്കൻസി. എന്നാൽ ലിസ്റ്റിൻ്റെ കാലാവധി 3 വർഷം ഉണ്ട്. അതായത് ഇപ്പം വേണ്ട ലിസ്റ്റ് 3 വർഷം കഴിഞ്ഞ് ക്യാൻസൽ ആവും. ഈ 3 വർഷത്തിൽ തന്നെ ബാക്കി 4 വേക്കൻസിയും കൂടെ റിപ്പോർട്ട് ചെയ്യാനാണ് ചാൻസ് കൂടുതൽ. അതിനുശേഷം ഇപ്പോൾ കയറിയ 30 പേരും അടുത്ത് റിട്ടയർഡ് ആയാൽ മാത്രമേ ഇതേ പോസ്റ്റിലേക്ക് ഇനി വിളിക്കൂ. കാരണം ബാക്കി 30 പോസ്റ്റ് മാത്രമേ ഗവൺമെൻറ് അപ്രൂവ് ചെയ്തിട്ടുള്ളൂ. അതായത് ഇപ്പം കയറുന്നവർ റിട്ടയർഡ് ആയിട്ട് അന്ന് വെച്ചാൽ ഒരു 20 വർഷമെങ്കിലും എടുക്കും അടുത്ത നോട്ടിഫിക്കേഷൻ ഇപ്പോൾ ആളെടുത്താൽ ഇനി വിളിക്കാൻ വേണ്ടിയുള്ള സാധ്യത. ഇനി ബീ കീപ്പിംഗ് പഠിക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഇനി 6 മാസത്തെ കോഴ്സ് ബി ഫെഡ് നടത്തുന്നുണ്ട് ഖാദി ബോർഡിൻ്റെ കീഴിൽ തന്നെ. അത് പഠിക്കാൻ വേണ്ടി നോക്കുക. കാരണം ഇനി അടുത്ത് വേണം നോട്ടിഫിക്കേഷനിലെല്ലാം ക്വാളിഫിക്കേഷനിൽ മാറ്റം വരാനാണ് ചാൻസ്. ബി ഫെഡ് ഇപ്പം അപേക്ഷ വിളിച്ചിട്ടുണ്ട് പുതിയ കോഴ്സിന് വേണ്ടി. November 20 ലാസ്റ്റ് ഡേറ്റ്. ഫീസ് 30,000. ചോദ്യം 6. മുഴുവനായി എത്ര പേര് അപേക്ഷിച്ചിട്ടുണ്ട്? മുഴുവനായി 2,402 പേർ അപേക്ഷ കൊടുത്തു എന്നാണ് വിവരാവകാശത്തിന് കിട്ടിയ മറുപടി. എക്സാം എപ്പോഴായിരിക്കും? 2026 ജനുവരി മാസം വരെയുള്ള എക്സാം കലണ്ടർ വന്നിട്ടുണ്ട്. സോ ജനുവരി വരെ എക്സാം കാണത്തില്ല. 2026 ഫെബ്രുവരിയിൽ എക്സാം വരുമെങ്കിൽ 2025 നവംബർ ലാസ്റ്റ് വീക്ക് എക്സാം കൺഫർമേഷൻ മെസ്സേജും സിലബസും ഒരുമിച്ച് വരും. അങ്ങനെ വന്നില്ലെങ്കിലും നിങ്ങൾ പേടിക്കേണ്ട. 2025 ഡിസംബർ ലാസ്റ്റ് 2026 എക്സാം കലണ്ടർ PSC പബ്ലിഷ് ചെയ്യും. സോ 2025 വന്ന നോട്ടിഫിക്കേഷൻ്റെ എല്ലാം എക്സാം ഡേറ്റ് ആ എക്സാം കലണ്ടറിൽ തന്നെ അറിയാൻ പറ്റും. അതുകൊണ്ട് നമ്മൾ ഈ ബീ കീപ്പിങ്ങിൻ്റെ എക്സാം ഡേറ്റും ഡിസംബർ ലാസ്റ്റ് ആകുമ്പോൾ എക്സാം കലണ്ടറിൽ ഉണ്ടാവും. ചോദ്യം 7. സർട്ടിഫിക്കറ്റ് റിജക്റ്റ് ആയാൽ എങ്ങനെ അറിയാൻ സാധിക്കും? അതിനുവേണ്ടി നിങ്ങൾ ആദ്യം PSC പ്രൊഫൈൽ ലോഗിൻ ചെയ്യുക. എന്നിട്ട് മൈ ആപ്ലിക്കേഷൻ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അവിടെ ഇപ്പം നോക്കുമ്പോൾ നിങ്ങളുടെ ബീ കീപ്പിംഗ് ആയ അപേക്ഷിച്ച പോസ്റ്റിന് നേരെ സബ്മിറ്റഡ് എന്നാണ് കാണിക്കുന്നത്. ഇനി അതിന് മാറ്റം വല്ലതും വന്നാൽ സബ്മിറ്റഡ് മാറി അവിടെ റിജക്റ്റഡ് ആവും. സർട്ടിഫിക്കറ്റ് റിജക്റ്റ് ആയാൽ ചുവപ്പായി റിജക്റ്റഡ് എന്ന് എഴുതി കാണിക്കും. പിന്നെ ബാക്കിയുള്ള വിവരങ്ങൾക്ക് ഞാൻ താരയാണെങ്കിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് ടെലഗ്രാം ചാനലിൽ. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. അത് ബീ കീപ്പിംഗ് ഫീൽഡ് വേണം അപേക്ഷിച്ചവർക്ക്. അവിടെ ബാക്കിയുള്ള വിവരങ്ങൾ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരിക്കും.